പനിയുടെ കൂടെ അപസ്മാരം വന്ന ഒരു കുഞ്ഞിന്റെ പാരന്റ്സിനെ സംബന്ധിച്ച് അടുത്ത ഓരോ പനിയും അവർക്കൊരു ദുസ്വപ്നമായിരിക്കും. കാരണം പിന്നെ ഓരോ പനി വരുമ്പോഴും പേടിയാണ് ഇനി അപസ്മാരം വരുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഓരോ പനിയും വളരെ ഭയത്തോടെ കണ്ട് വളരെ സ്ട്രിക്റ്റ് ആയി പാരസെറ്റമോൾ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു പാരന്റിന്റെ ഒരു അനുഭവം കുറച്ച് മുമ്പ് കാണാനിടയായി. കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 2-3 മണിക്കൂറൊക്കെ ഇടവിട്ട് പാരസെറ്റമോൾ ഒരു ദിവസം കൊടുത്തിട്ട് വന്നൊരു പാരന്റ്. അത്രയും ഒറ്റ ദിവസം കൊടുത്തിട്ടുള്ളൂ. ആ ഒരു ദിവസം മൊത്തം കൊടുത്തത് നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പാരസെറ്റമോളിന്റെ പോയിസണിങ് ഡോസ് വരെ എത്താറായി. ഒരു മൊത്തം ദിവസത്തിലെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കൊടുത്തു വന്നിട്ടുണ്ട്. ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, എന്നാൽ ഇത്രയും 2-3 മണിക്കൂറൊക്കെ ഇടവിട്ട് ആരെ കൊടുക്കാൻ പറഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞു, മുമ്പ് അപസ്മാരം വന്നുകൊണ്ട് പനി വരുമ്പോൾ അതിന് പേടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ കുട്ടിക്ക് മുമ്പ് ഒരിക്കൽ പനി വന്ന സമയത്ത് അപസ്മാരം വന്നു എന്ന് കരുതി ഓരോ തവണ പനി വരുമ്പോഴും അപസ്മാരം വീണ്ടും വരണമെന്ന് നിർബന്ധമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ പനി വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പേടിച്ച് പാരസെറ്റമോൾ ഇങ്ങനെ പനി ഇല്ലാതെ പോലും 4-3-5 മണിക്കൂറൊന്നും ഇടവിട്ട് കൊടുക്കരുത്. മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്യൂറേഷൻ വെച്ചാൽ 6 മണിക്കൂറെങ്കിലും ഗ്യാപ്പിൽ കൊടുത്താൽ മാത്രം മതി. എന്താണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒതന്റിക് റെഫറൻസുകളെല്ലാം നെൽസൺ ടെക്സ്റ്റ് ബുക്ക് ഓഫ് പീഡിയാട്രിക്സിലും അതോടൊപ്പം തന്നെ AOCന്റെ, അതായത് അസോസിയേഷൻ ഓഫ് ചൈൽഡ് ന്യൂറോളജി ഇന്ത്യയുടെ ആ ഓർഗനൈസേഷന്റെ ഒരു കൺസേൺസ് ഉണ്ട് 2022 ഇതുമായി ബന്ധപ്പെട്ട്. അതിലൊക്കെ കൃത്യമായി പറയുന്നുണ്ട്, പാരസെറ്റമോൾ കൊടുത്തുകൊണ്ട് നിങ്ങളെ കുട്ടിക്ക് അപസ്മാരം തടയാൻ സാധിക്കില്ല. മറിച്ച് പാരസെറ്റമോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പനി വരുമ്പോൾ 6 മണിക്കൂർ ഇടവിട്ട് ആദ്യത്തെ 1-2 ദിവസം, പനി തുടങ്ങി ആദ്യത്തെ 1-2 ദിവസം 6 മണിക്കൂർ ഇടവിട്ട് പാരസെറ്റമോൾ കൊടുക്കാം. അതൊരു കുട്ടിക്ക് കംഫർട്ടിന് വേണ്ടിയാണ്. മറിച്ച് അത് ഇനി അപസ്മാരം വരാതെ തടയുകയോ അല്ലെങ്കിൽ വരാനുള്ള സാധ്യത കുറയ്ക്കുകയോ ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് ഒരിക്കൽ അപസ്മാരം വന്നു എന്ന് കരുതി പനി വരുമ്പോഴത്തേ നിങ്ങൾ വെപ്രാളം പിടിക്കാതെ ഇങ്ങനെ 4-3 മണിക്കൂർ ഇടവിട്ട് പാരസെറ്റമോൾ കൊടുക്കാതിരിക്കുക. ആവശ്യമെങ്കിൽ പനി കടുത്തതാണെന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കുക. കാരണം നിങ്ങൾ ആ പാരസെറ്റമോൾ ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്തു എന്ന് കരുതി ആ അപസ്മാരം വരാനിരിക്കുന്ന അപസ്മാരം തടയുകയില്ല. കാരണം ആ അപസ്മാരം മൾട്ടി ഫാക്ടോറിയലാണ്. അതായത് ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കുട്ടിക്ക് 6 വയസ്സാകുമ്പോൾ തനിയെ മാറിപ്പോകും. മറിച്ച് അപസ്മാരം വരുമ്പോൾ അപസ്മാരത്തെ എങ്ങനെ നേരിടാമെന്ന് പഠിച്ചു വെച്ചാൽ മതി. അത് ഇങ്ങനെയുള്ള അപസ്മാരങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. 2 മിനിറ്റിന് താഴെ മാത്രം മിക്കപ്പോഴും നിലനിൽക്കാറുള്ളൂ. അതിലും കൂടുതൽ പോവുകയാണെങ്കിൽ മൂക്കിലടിക്കാനുള്ള സ്പ്രേയും അതുപോലെ തുടർച്ചയായി അപസ്മാരം വരുന്ന കുട്ടികൾക്ക് ഫ്രീസിയം പോലെയുള്ള മരുന്നുകളൊക്കെ നിങ്ങളുടെ ഡോക്ടേഴ്സ് തരും വരാതിരിക്കാനുള്ള. അത് നിങ്ങളുടെ പീഡിയാട്രിഷ്യനോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഈ പനിയുടെ മരുന്നിന്റെ പിറകെ എങ്ങനെ ഓബ്സസ്ഡ് ആയി പോകേണ്ട, പാരസെറ്റമോൾ പോയിസൺ ആവുന്ന രൂപത്തിൽ കൊടുക്കാനും പാടില്ല.